ചിറ്റൂർ ഗവൺമെന്റ് വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC യൂണിറ്റിന്റെ ദ്വിദിന ക്രിസ്മസ് ക്യാമ്പ് നടന്നു. സ്കൂൾ അങ്കണത്തിൽ ചിറ്റൂർ ഡിവൈഎസ്പി VA കൃഷ്ണദാസ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ സമൂഹത്തിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് വഹിക്കുന്ന പങ്കും സൈബർ സെക്യൂരിറ്റി സേവനം തുടങ്ങി വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളും അദ്ദേഹം സന്ദേശമായി കുട്ടികൾക്ക് കൈമാറി. നമുക്കറിയാം, നമ്മുടെ സമൂഹം ഇന്ന് വളരെയധികം ഒരു സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. മുൻപൊന്നും ഇല്ലാത്ത തരത്തിലുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ എന്താ പറയുക യുവതലമുറയും കുട്ടികളെയും സമൂഹത്തെ പൊതുവെ ബാധിച്ചിട്ടുണ്ട്. പല പുതിയ തരത്തിലുള്ള ക്രൈമുകൾ ഉണ്ടാകുന്നു. സോഷ്യൽ മീഡിയ വഴി പുതിയ ക്രൈംസ് ഉണ്ടാകുന്നു. മോഷണം എന്ന് പറയുന്ന സംഭവം, ഒരു പ്രതി യഥാർത്ഥത്തിൽ ഒരു വീട് ബ്രേക്ക് ചെയ്ത് അകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണവും പണം എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു ക്രൈമിൽ നിന്നൊക്കെ മാറി ഇപ്പം ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആളുകൾ വരെ സ്വന്തം ലാപ്ടോപ്പിൽ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ അക്കൗണ്ടിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന തരത്തിലേക്ക് ക്രൈംസ് ഒക്കെ മാറിയിട്ടുണ്ട് അല്ലേ, നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി പലരും അധിക്ഷേപിക്കപ്പെടുന്നു, വളരെ മോശമായിട്ട് അവരെ ചിത്രീകരിക്കുന്നു, അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടും അല്ലെങ്കിൽ മതപരമായിട്ടും ഒക്കെ പല പ്രശ്നങ്ങൾ വരുന്നു. പുതിയ ഡ്രഗ്സിൻ്റെ ഒക്കെ വ്യാപനം വളരെ സമൂഹത്തിൽ വരുന്നു. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എല്ലാ കാലത്തിലും ഉള്ളതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ സമൂഹത്തിൽ വന്നിരിക്കുന്ന ടെക്നോളജിക്കൽ അഡ്വാൻസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് അല്ലേ, ഒരു കോയിൻ രണ്ട് സൈഡ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ അത് നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട്. അതിലെ പോസിറ്റീവ് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലേ. നെഗറ്റീവായിട്ട് പല പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ പ്രകോപനടിക്കുന്നുണ്ട്. സ്കൂൾ പ്രധാനാധ്യാപിക ബിനീത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PTA പ്രസിഡന്റ് MJ മാത്യു അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ T ഗിരി, MBTA പ്രസിഡന്റ് ശ്രീപ്രിയ, സ്റ്റാഫ് സെക്രട്ടറി K ഉഷ എന്നിവർ ആശംസകൾ അറിയിച്ചു. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ആഷ നന്ദി പറഞ്ഞു. CPO നിയാഷാദ്, ദിലീപ്, ഭാഗ്യലക്ഷ്മി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.